ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വാർത്ത 1971 ശേഷം ബംഗ്ലാദേശിലേക്ക് വീണ്ടും പാകിസ്ഥാൻ സൈന്യം പ്രവേശിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 53 വർഷത്തിനു ശേഷം ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാൻ സൈന്യം കടക്കാൻ പോകുന്നു. ഇത് ഇന്ത്യക്ക് വലിയ ഭീഷണിയായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്ന് തന്നെയായിരുന്നാലും 1971 കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തെ അടിച്ചു പുറത്താക്കി ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ധീര സൈനികരാണ്. ഇപ്പോഴിതാ വീണ്ടും ബംഗ്ലാദേശിലേക്ക് ആ സൈന്യം കടക്കാൻ പോകുന്നു, അവിടെ നിലയുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. സൈനികവും തന്ത്രപരവുമായിട്ടുള്ള ഇടപാടുകളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ നടത്താൻ പോകുന്നത് എന്നാണ് അവിടെയുള്ള ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസുമായി ചേർന്ന അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. പാക് ആർമി ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സഹിർ ഷംഷാദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ആർമിയുടെ പ്രത്യേക സംഘമാണ് ബംഗ്ലാദേശിലേക്ക് കടക്കാൻ പോകുന്നത്. ഇവർ ഇതിന് പറയുന്ന വിശദീകരണം, ഞങ്ങൾ ബംഗ്ലാദേശ് സൈന്യത്തിന് പരിശീലനം നൽകാനാണ് അങ്ങോട്ടേക്ക് കടക്കുന്നത് എന്നാണ്. എന്നാൽ ബംഗ്ലാദേശ് സൈന്യത്തിന് പരിശീലനം നൽകാൻ എന്ന പേരിൽ അങ്ങോട്ടേക്ക് കടക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇന്ത്യയുടെ ചിക്കൻ നെക്ക് ആണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പല മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2025 ഫെബ്രുവരിയിലാണ് ഇവർ പാകിസ്ഥാന് പരിശീലനം കൊടുക്കാനായി അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മെമൻ ഷാഹി ക്യാൻഡിലെ ആർമി ട്രെയിനിങ് ആൻഡ് ഡോക്ട്രിൻ കമാൻഡ് ആസ്ഥാനത്താണ് ഇവർക്ക് പരിശീലനം എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഒരു വർഷം ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ആർമി തമ്പടിക്കും എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇത് നവംബറിൽ തന്നെ ജനറൽ മിശ്ര ഈ നിർദ്ദേശം പാകിസ്ഥാന്റെ കരസേനാ മേധാവി ജനറൽ മിശ്ര ഈ നിർദ്ദേശം ബംഗ്ലാദേശിന് കൈമാറി. ബംഗ്ലാദേശിന്റെ ആർമി ചീഫായിട്ടുള്ള ജനറൽ വഖാർ ഉൽ സമാൻ ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിൽ വേറൊരു സുപ്രധാന നീക്കം കൂടെ ബംഗ്ലാദേശും പാകിസ്ഥാനും സംയുക്തമായി നടത്തുന്നുണ്ട്. ഇന്ത്യയെ ചൊടിപ്പിക്കാൻ അത് കറാച്ചി തുറമുഖത്ത് പാകിസ്ഥാൻ നാവികസേനയുമായി ബംഗ്ലാദേശിന്റെ അമാൻ 2025 എന്നുള്ള പേരിൽ ഒരു യുദ്ധ അഭ്യാസമാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ബംഗ്ലാദേശ് കടുത്ത നീക്കത്തിനാണ് മുതിരുന്നത്. ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള ബംഗ്ലാദേശിന്റെ ഏറ്റവും അവസാനത്തെ അടവാണ് ഇപ്പോൾ നടക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് ബംഗ്ലാദേശിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് അപ്പോൾ പാകിസ്ഥാൻ ഒരു ഭാഗത്ത്, ഇപ്പുറത്തെ ഭാഗത്തും പാകിസ്ഥാൻ, ഇന്ത്യയുടെ അപ്പുറവും ഇപ്പുറവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ സാന്നിധ്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഷേഖ് ഹസീന കാലത്ത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെയോ പാകിസ്ഥാൻ സൈന്യത്തെയോ ബംഗ്ലാദേശിലേക്ക് അടുപ്പിച്ചിരുന്നില്ല എന്നുള്ളതും ഈ വാർത്തയോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. പരിമിതമായ ബന്ധം മാത്രമായിരുന്നു പാകിസ്ഥാനുമായി ഷേഖ് ഹസീന പുലർത്തിയിരുന്നത്. ഒരിക്കലും പാകിസ്ഥാന്റെ ഒരു യുദ്ധക്കപ്പൽ പോലും ചിറ്റഗോങ് തുറമുഖത്ത് നങ്കൂരമിടാൻ ഷേഖ് ഹസീന അനുവദിച്ചിരുന്നില്ല. ഷേഖ് ഹസീന അവിടെ ചിറ്റഗോങ് തുറമുഖത്ത് നങ്കൂരമിടാൻ വന്ന ആ പാകിസ്ഥാന്റെ PNS തൈമൂർ എന്ന് പറയുന്ന ആ കപ്പലിനെ പറപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. പല ആൾക്കാരും ചോദിക്കുന്നത് ബംഗ്ലാദേശ് വീണ്ടും കിഴക്കൻ പാകിസ്ഥാനായി മാറാനുള്ള ഒരുക്കത്തിലാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഷേഖ് ഹസീനയുമായുള്ള കാലത്തുള്ള ബന്ധമല്ല ഇപ്പോൾ. നിലവിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ പോലുമില്ലാതെ ബംഗ്ലാദേശിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പോരാത്തതിന് പാകിസ്ഥാൻ ചരക്ക് കപ്പലുകൾ പരിശോധിക്കാതെ പ്രവേശനം അനുവദിച്ചു എന്ന റിപ്പോർട്ട് നമ്മൾ തന്നെയാണ് ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളത്തിലൂടെ പുറത്തുവിട്ടത്. ആ റിപ്പോർട്ടിൽ 70 ഭീകരവാദികൾ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ട്. അവർ ഇന്ത്യയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇന്ത്യയുടെ സുരക്ഷാ സേനകളെല്ലാം അലർട്ടായി നിൽക്കുകയാണ് എന്ന റിപ്പോർട്ടും ഞങ്ങൾ കേരളത്തിൽ ആദ്യമായി ഞങ്ങളാണ്, ന്യൂസ് ഇന്ത്യ മലയാളമാണ് പുറത്തുവിട്ടത്.
ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യം ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ താഴെ ഇറക്കി ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിൽ ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ ചാര സംഘടനയുടെ പങ്ക് ഇന്ത്യ സംശയിക്കുന്നുണ്ട്. ആ പ്രധാന പങ്ക് വഹിച്ചതായി ഇന്ത്യ കരുതുന്നുണ്ട്. പാകിസ്ഥാന്റെ ശക്തി ബംഗ്ലാദേശിൽ വളരെ കാലമായി സജീവമാണ് എന്ന് ഇന്ത്യ നിരീക്ഷിച്ചു വരുന്നു. അതിപ്പോൾ രഹസ്യമായിരുന്ന അതിപ്പോൾ പരസ്യമായി മാറുകയാണ് എന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് വീണ്ടും പാകിസ്ഥാന്റെ സ്വാധീനത്തിലാവുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മുടെ രാജ്യം ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് നിന്നാൽ പോലും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് പുഷ്പം പോലെ അവരെ നേരിടാനുള്ള കരുത്തുണ്ട് എന്നുള്ളത് ഈ രാജ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം വരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.